നിപ ബാധയെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ 499 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 29 പേർ ഹൈയസ്റ്റ് റിസ്കിലും 117 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലുണ്ടെന്നും മന്ത്രി അറിയിക്കുന്നുണ്ട്. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. വിപിൻ, നിപ ബാധയെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനിയുള്ള ചികിത്സയിൽ കഴിയുന്നവരുടെ അല്ലെങ്കിൽ ഒപ്പം തന്നെ ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ കൂടുതൽ ആരോഗ്യ സാഹചര്യം എങ്ങനെയാണെന്ന് മന്ത്രി അറിയിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, നിപയിൽ സംസ്ഥാനത്ത് ആശ്വാസമാണ്. മലപ്പുറം ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കിയിരിക്കുന്നു. മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട തുടങ്ങിയ പഞ്ചായത്തുകളിലെ വാർഡുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കണ്ടെയ്ൻമെന്റ് ആക്കിയിരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിലാകെ തന്നെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. മാസ്ക് നിർബന്ധമാക്കിയിരുന്നു. ഇതെല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ ഈ നിപ ബാധിച്ച രോഗി ചികിത്സയിൽ കഴിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അവരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. 499 പേരാണ് സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 29 പേർ ഹയസ്റ്റ് റിസ്കിലുണ്ട്. ഓരോ ജില്ലയിലെയും കണക്ക് ഇപ്രകാരമാണ്. മലപ്പുറം ജില്ലയിൽ 203 പേരും, കോഴിക്കോട് 116 പേരും, പാലക്കാട് 178 പേരും, എറണാകുളത്ത് 2 പേരുമാണ് ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 11 പേർ ചികിത്സയിൽ കഴിയുന്നു. പാലക്കാട് 3 പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ഒപ്പം തന്നെ ഈ നിപ സ്ഥിരീകരിച്ച രോഗിയെ ഇപ്പോഴും നിരീക്ഷിച്ചു വരികയാണെന്നും അറിയിക്കുന്നു. മലപ്പുറം ജില്ലയിൽ 56 റിസൾട്ടുകൾ ഇതുവരെ നെഗറ്റീവ് ആയിട്ടും ഉണ്ട്. അപ്പോൾ നിപയിൽ ആശ്വാസമാണ്. എങ്കിൽ പോലും സെപ്റ്റംബർ വരെ കനത്ത ജാഗ്രത തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിപ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അത് നിരീക്ഷിക്കുന്നതിനുമായിട്ടുള്ള കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറം ജില്ലയിൽ ഈ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവിത, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.